പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. ഇറാനും ഇസ്രയേലും തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ ഇസ്രയേലിലേക്ക് ഇറാൻ്റെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു യുദ്ധമായി മാറുമോ? ഇത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവിടെ ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പം ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധമുഖത്തിലാണ് നിൽക്കുന്നത്. യുദ്ധം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ട്രംപ് ഒന്നും മിണ്ടാത്തത്, നിശബ്ദനായിരിക്കുന്നത്. കാരണം ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇറാന് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിരുന്നതാണ്. ഈ ഇസ്രായേൽ പല വഴികളിലായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഇത് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ. ട്രംപ് ഇപ്പോഴും പറയുന്നുണ്ട് നെതന്യാഹുവിനോട് തന്നെ സമാധാനത്തിനായിട്ട് നിൽക്കാം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഈ ആക്രമണം എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് തന്നെ, ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. അതായത് ജനങ്ങൾ സിംഹത്തെ പോലെ ഉയർത്തെഴുന്നേൽക്കും എന്ന അർത്ഥത്തിലാണ് അവരിത് പ്രയോഗിച്ചിരിക്കുന്നത്. അത് ബൈബിൾ വാക്യത്തിൽ നിന്നാണ് ഇസ്രായേൽ ഇത് എടുത്തിരിക്കുന്നത്. ഈ ആക്രമണം എന്തിന് എന്നുള്ളത് ചോദിച്ചാൽ, ഇറാൻ്റെ ലക്ഷ്യം ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ശ്രീജിത്ത് ഓർക്കുന്നുണ്ടാകും, നേരത്തെ ഹമാസുമായിട്ട് ഉള്ള യുദ്ധസമയത്ത് ഇറാന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ജൂതന്മാരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാതാക്കണം, അതിനുവേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ഒന്നിക്കണം. അവരുടെ ആ വെള്ളിയാഴ്ചകളിലുള്ള ഒരു പ്രഭാഷണം ഉണ്ടല്ലോ, ആ പ്രഭാഷണത്തിലാണ് ആ മത നേതാവ് അത്തരത്തിൽ പറഞ്ഞത്. അത് പക്ഷേ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. കാരണം ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഇറാനെ പിന്തുണയ്ക്കാനായ ഒരു ഇസ്ലാമിക രാജ്യവും രംഗത്ത് വരുന്നില്ല, ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വരുന്നില്ല, ഒറ്റയ്ക്ക് നിന്നാണ് പോരാടുന്നത്. അതെ, ഒരിക്കലും. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ഇതിനകത്ത് ഒരു പിന്തുണയുമായിട്ടും ഇറാന് മുമ്പിലോട്ട് വരില്ല എന്നുള്ളതാണ്. പിന്നെ ഇറാൻ ആണവശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചെന്ന് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കണ്ടെത്തലുണ്ട്. ഇത് ഇസ്രായേലിന് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട കാര്യം, മർമ്മം അതാണ്. പിന്നെ ഇറാനിലെ ആണവായുധ നിർമ്മാണം ലോകത്തിനും ഭീഷണിയാണ്. ഇസ്രായേലിന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ഭീഷണിയായിട്ട് മാറുകയാണ്. 4, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ഇസ്രായേലിൻ്റെ പ്രതിരോധ നടപടിയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഈ ഇറാന് പിന്തുണ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണം മൂലം ശക്തി ക്ഷയിച്ച 2 പേരുണ്ട്, ഹമാസും ഹിസ്ബുള്ളയും. ഹൂത്തികളും ഇപ്പോഴും അല്പസ്വല്പം ശക്തിയോടുകൂടി നിൽക്കുന്നുണ്ട്. ഹൂത്തികൾ ഇസ്രായേലിനോട് അറ്റാക്ക് ചെയ്തതാണ്. ഈ ഇസ്രായേൽ ഒരേ സമയം ഹിസ്ബുള്ളയോടും ഹമാസിനോടും ഹൂത്തികളോടും ഇറാനോടും യുദ്ധം ചെയ്തതാണ്. ആ സമയത്തും ഇറാൻ്റെ മിസൈലുകളൊക്കെ ഇസ്രായേലിൽ വന്ന് പതിച്ചിട്ടുള്ളതല്ലേ. പക്ഷേ ആ ഒരു ഇത് കൊടുമ്പിരിക്കൊണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇസ്രായേലിന് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇസ്രായേൽ അതിനെ ചെറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ഹൂതികൾക്കെതിരെയും US ആക്രമണം നടത്തുന്നുണ്ട്. പിന്നെ ഈ സൈനിക ശേഷിയുടെ ഒരു അഗ്നിപരീക്ഷ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ അംഗബലത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ. അത് ഒരുപക്ഷെ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇപ്പോൾ ആണവായുധത്തിൻ്റെ കാര്യത്തിലാണ് ഇസ്രായേൽ ഭയക്കുന്നത്. അതിന് ഇസ്രായേൽ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇസ്രായേലിനെ മാത്രം ബാധിക്കുന്നതല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇറാന് ലോകരാജ്യങ്ങളുടെയൊക്കെ തന്നെ പിന്തുണ കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും എല്ലാ തരത്തിലുള്ള ആയുധബലവും പിന്നെ ധനബലവും ഒക്കെ തന്നെ US ഇസ്രായേലിന് നൽകുകയും ചെയ്യും. അല്ല, ഈ കണക്കുകൾ പറയുമ്പോൾ ആ കരുത്തുണ്ടോ എന്ന കാര്യം സംശയമാണല്ലോ ഇറാന്. അതാണ് അവർക്ക് അക്കാര്യത്തിൽ സംശയം. കാരണം മറ്റ് പിന്തുണയും കുറവാണ്. പിന്നെ ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച ഇസ്രായേലിൻ്റെ ആക്രമണം മൂലം തകർന്ന ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ അവരുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു. അവരുടെ അത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തലവന്മാരും ഒക്കെ ചിലർ അടുത്ത നിരയിൽ നിന്ന് വന്നിട്ടുമുണ്ട്. പക്ഷേ പഴയ ഒരു പൂർവാധികം ആ ഒരു ശക്തി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹമാസിനെയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ.
അപ്പം അത്തരത്തിലൊരു ഉയർത്തെഴുന്നേൽപ്പോടുകൂടിയൊന്നും കയറി വരില്ല എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മിസൈലുകളും ഇവർക്ക് തന്നെയാണ്, ഇറാനാണ്. ഹിസ്ബുള്ള, ഹൂതി, ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘടനകൾ എന്നിവയുടെ പിൻബലമാണ് മറ്റൊരു കരുത്ത്. അവർക്ക് ആയുധം നൽകുന്നത് ഇറാനാണ്, ഈ പറഞ്ഞവർക്കൊക്കെ. എന്നാൽ ആയുധ സാങ്കേതിക വിദ്യയിലും വ്യോമ പ്രതിരോധത്തിലെ ഇസ്രയേലിനെ വെല്ലാൻ ഇറാനൊട്ട് സാധിക്കത്തുമില്ല. ഇസ്രയേലിൻ്റെ പിന്നെ ആയുധശക്തി എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. ഇപ്പം ഇറാൻ ഈ പറഞ്ഞ തരത്തിലുള്ള പിന്തുണയൊക്കെ ഉണ്ട്. ഈ പിന്തുണ ഈ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി, പിന്നെ ഇസ്ലാമിക് ജിഹാദ്, ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘടനകൾ. പക്ഷേ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഈ ഇറാന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് അവരുടെ ശക്തിയെ ക്ഷയിക്കും. കാരണം ലോകത്തെ മുഴുവൻ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പിന്നെ ആണവായുധമാണ് ഇവരുടെ കയ്യിലുള്ളതെന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും ഭീഷണിയാണല്ലോ. ആ ഭീഷണിയെ മറികടക്കുക, തകർക്കുക എന്നുള്ളതാണ് ഇസ്രയേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇസ്രയേലിന് അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടണമെന്നും താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിരിക്കും. ഈ വ്യോമസേനയുമായി ബന്ധപ്പെട്ട് അവരുടെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത്, അതിനെക്കുറിച്ച് നമുക്ക് ഇന്ത്യക്ക് തന്നെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് അവരുടെ പല സാങ്കേതിക വിദ്യകളും പല ഘട്ടങ്ങളിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇസ്രായേലിൻ്റെ എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ കരുതൽ സേന തന്നെ 4,60,50,000, അർദ്ധ സൈനികർ 35,000, ആകെ സൈനികർ ഏകദേശം 6.7 ലക്ഷമാണ് ഉള്ളത്. മൊത്തം വിമാനങ്ങൾ തന്നെ 612, യുദ്ധവിമാനങ്ങൾ 241, ഹെലികോപ്റ്റർ 146, ടാങ്കുകൾ 1370, കവചിത വാഹനങ്ങൾ എന്ന് പറയുന്ന 43,000, സ്വയം നിയന്ത്രിത തോക്കുകൾ 650, പീരങ്കികൾ 523. ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് ഇസ്രായേൽ. അപ്പം അയൺ ഡോം, അതുപോലെ തന്നെ പാട്രിയാറ്റ്, കൃത്യതയോടെയുള്ള പ്രതിരോധമാണ് സംവിധാനം. കോർവൈറ്റ് തന്നെ 7, അന്തർവാഹിനികൾ 5, പട്രോൾ ബോട്ടുകൾ 45 എണ്ണം. ഇറാനിൽ വരുമ്പോൾ കരുതൽ സേന പിന്നെ 3,50,000, അർദ്ധ സൈനികർ 2,20,000, ആകെ സൈനികർ ഏകദേശം 11.8 ലക്ഷം. ഇസ്രായേലിൽ വരുമ്പോൾ 6.7 ലക്ഷമാണ്. അപ്പം മാറുന്നു നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കൗരവരുടെയും പാണ്ഡവരുടെയും കാര്യങ്ങൾ നോക്കുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ അക്ഷൗഹിണികളുള്ളത് കൗരവർക്കായിരുന്നു, പാണ്ഡവർക്ക് പിന്നെ കുറവായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. ഈ നേരത്തെ പറഞ്ഞതുപോലെ സൈനിക ബലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്രതിരോധ ശേഷി അവർക്ക് ഉണ്ടാകണമെന്നില്ല. മൊത്തം വിമാനം 551, യുദ്ധവിമാനം 186, ഹെലികോപ്റ്റർ 126, ഇങ്ങനെ പോവുകയാണ്. അപ്പം ചിലയിടങ്ങളിൽ ഇസ്രായേലിനേക്കാൾ ശേഷി ഇറാന് അല്ല. അപ്പോഴേക്കും മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം, ഇത്രയും പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇസ്രായേലിലേക്ക് ഇന്നലെ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി പുലർച്ചയോട്. പക്ഷെ അതിനെന്തായാലും അവർ തിരിച്ചടി കൊടുക്കുകയും ചെയ്തു ഇസ്രായേൽ. കാരണം പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നാണക്കേടാണ്. അവരുടെ സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ ഇറാൻ ഭരണകൂടത്തിന് നാണക്കേടായി. വ്യോമ പ്രതിരോധത്തിൻ്റെയും മറ്റും സൈനിക ബലത്തിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിൽ നിന്നുള്ളതൊന്നും പ്രതിരോധിക്കാൻ അവർക്ക് കഴിയാതെ വന്നതിലും ഇറാൻ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു തുടർ ഇറാന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു സ്ഥിരീകരണമുണ്ട്. 78-ലധികം പേര് മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആണവ ശാസ്ത്രജ്ഞർ മരിച്ചു, അവരുടെ സൈനിക മേധാവി മരിച്ചു. പൂർണ്ണമായി തന്നെ ഒരു വലിയ ആക്രമണം. അതെ, വളരെ പ്രധാനപ്പെട്ടവരൊക്കെയാണ് മരിച്ചിട്ടുള്ളത്. അതായത് പിന്നെ ഇനിയിപ്പോൾ തിരിച്ചടിക്കാൻ ഇവർക്ക് പല വഴികളുണ്ട്. നിഴലാക്രമണം നടത്തും. ഇവരുടെ മറ്റ് ചില ഈ നേരത്തെ പറഞ്ഞ ഈ ഹമാസ്, ഹൂത്തികൾ ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മിസൈൽ, ഡ്രോണ്, പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഒരു വലിയ പോർമുഖമാണ് തുറന്നിരിക്കുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.